വഴി കിടന്നുറങ്ങും. അമ്മ ഇനി വാ, ഡാഡി ദാ വഴി കിടന്നുറങ്ങുന്നു അമ്മ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തക്കുടി ഇവിടെ വാടേ. അമ്മ ഇനി വാ. ഇവൻ എന്തോരെ കിട്ടിയാലും പഠിക്കൂലെങ്കിൽ നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞേക്കണേ? അയ്യോ ക്ലീറ്റോ, അയ്യോ ക്ലീറ്റോ, അയ്യോ എന്താ പറ്റി ക്ലീറ്റോ, 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 അയ്യോ കനക, കനക, അയ്യോ പിടിച്ചേ, അയ്യോ എന്റെ ഭർത്താവ് ക്ലീറ്റോ, ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ, ക്ലീറ്റോ എഴുന്നേൽക്ക്, അളിയാ എന്റെ ക്ലീറ്റോനെ എന്താ പറ്റി? ക്ലീറ്റോ ചേട്ടാ, ക്ലീറ്റോ, 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 അളിയാ ഡാഡി മകളെ മാറ്റി എടാ ആശുപത്രിയിലോട്ട് വിളിക്കണ കൊണ്ടോ. പൈസ കുറേ ക്ലീറ്റോ ഒന്ന് കണ്ണു തുറന്നേ. വെള്ളം എടുത്തിട്ടാ വരൂ വരൂ. അളിയാ ഒന്നുമില്ലടാ വേറെ വെള്ളം കൊടുക്കാം. ഞാന് അവിടുന്ന് നടന്നു വന്നപ്പോ ഒരു തല ചുറ്റു പോലെ തോന്നി. എടാ നിനക്ക് വയ്യെങ്കിൽ നടന്നു വണ്ടി പിടിച്ച് വന്നപ്പോ അല്ലെ എന്നെ വിളിച്ചു നിനക്ക്? ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ ഒരു കറക്കം. ഇവിടെ വന്നപ്പോ പിന്നെ ഒന്നും കണ്ടുകൂടാതെ ആയി. അങ്ങനെ എന്തോ സംഭവിച്ച എനിക്കൊന്നും ഓർമ്മയില്ല. വെള്ളം കുടിക്കുവാ. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അയ്യോ ഞാനില്ല, എന്നൊന്ന് വിളിച്ചാ പോരെ, വാഴത്തേക്കിന് ഉപ്മാവ് ഉണ്ടാക്കി തരാം. വിശക്കണെങ്കിൽ പറഞ്ഞു വരുന്നതാ. ഇതാണ് ഞാൻ മാറിയ ഇതാ കുഴപ്പം. പൊന്നെ അയ്യോ തലറങ്ങി വീണു. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ തലകറങ്ങി വീണതാ. 2 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ലെന്ന് ആര് പറഞ്ഞു? ഇന്നലെ രാത്രി ഇത്ര ഒരു കുറ്റി പുട്ടും 2 ഏത്തപ്പഴം കഴിച്ചു. രാവിലെ ഞാൻ നാരായണന്റെ കടയിൽ പോയി ദോശ ഇടിയപ്പം എല്ലാം മേടിച്ചോണ്ട് കൊടുത്ത് 1 ഗ്ലാസ് പാല് കാച്ചി കൊടുത്ത് ഞാനല്ലേ വിട്ടത്. ഭക്ഷണം കഴിച്ചില്ലെന്ന്. അതൊക്കെ ഞാൻ എന്തോ വെറുതെ കൊത്തിപ്പറക്കി കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ. നീ ഉണ്ടാക്കി തരും പോലെ ആവുമോ? അതും കഴിക്കാം. ഉള്ളൂ. നീ എവിടെ പോണു? അതോട് നീ പഠിക്ക് കയറില്ലെന്നല്ലേ പറഞ്ഞത്? അല്ലേ നീ പുറത്തില്ല.